നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി നടക്കുന്നവരാണോ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നാലും അവസാനം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് മിച്ചമായി ലഭിക്കുന്നത്. ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും ഒറ്റപ്പെടൽ മാത്രമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്? വിഷമിക്കേണ്ട. ഇന്ന് പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിലെ നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓം നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ, പഠനമാകട്ടെ, ജോലിയാകട്ടെ, ജീവിതത്തിലെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിക്കൊള്ളട്ടെ, എന്തിനും വിജയത്തിനായി അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോടായി പറയുന്നത്. തടസ്സങ്ങൾ മാറി മുൻപോട്ട് പോകുവാൻ ശക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ വാക്ക് അത് എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകുകയും ശക്തി കൊടുക്കുകയും ആകർഷണം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം. നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വഴികൾ തുറന്നു കൊടുക്കാനോ സഹായിക്കും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു നല്ല വാക്കോ ശാന്തമായൊരു സംഭാഷണമോ പ്രാർത്ഥന പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൻ്റെ സൂചനയാണ് മഹാദേവൻ ഇന്ന് കാട്ടിത്തരുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വാക്കുകൾ മന്ത്രശക്തി പോലെ മറ്റുള്ളവരിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടി പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും വിജയം കൈവരിക്കുവാനും അനുഗ്രഹം ലഭിക്കുവാനും സാധിക്കുന്നു. ഇത് ഭഗവാന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും പോസിറ്റീവായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ദൈവിക ശക്തി അവയ്ക്ക് പിന്നിൽ നിന്നും പ്രവർത്തിച്ചുകൊള്ളും എന്നാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്ന സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്നതും വിജയം കൊണ്ടുവരുന്നതും നിങ്ങളുടെ വാക്കുകൾ വഴിയാണ്. സംസാരവും പ്രാർത്ഥനയും ഭക്തിയും കൊണ്ട് ദൈവിക അനുഗ്രഹം ലഭിക്കുമെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോടായി പറയുന്നത്. ജീവിതത്തിൽ അനുസരണയോടുകൂടിയും നിയന്ത്രണത്തോടുകൂടിയും കഠിനാധ്വാനവും പരിശ്രമവും ചെയ്താൽ വിജയിക്കുവാനുള്ള ഒരു ആത്മീയ സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങളോടായി പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ എങ്കിൽ അത് സ്ഥിരതയോടെ പിന്തുടർന്നാൽ അതിൻ്റെ ഫലം ഉറപ്പാണെന്നാണ് പറയുന്നത്. വഴിയിൽ എത്ര വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കുള്ള ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ഒരു ആയുധവുമായി കാണേണ്ടത്. കഠിനാധ്വാനവും സ്വയം സമർപ്പണവും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന നേട്ടം കിട്ടുമെന്നാണ് ഭഗവാൻ നിങ്ങളോടായി പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുമായിക്കൊള്ളട്ടെ, പഠനമാകട്ടെ, ജോലിയാകട്ടെ, ബന്ധങ്ങളിലുള്ള ആത്മാർത്ഥമാകട്ടെ, ആത്മീയ മാർഗമാകട്ടെ, ഏത് തന്നെയായിരുന്നാലും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ അത് വിജയകരമാകുമെന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന സന്ദേശം. വിജയത്തിന് നേരിയ താമസമുണ്ടാകാം, പക്ഷേ പരിശ്രമം ഉറപ്പായും പ്രതിഫലം നൽകുമെന്നാണ് സന്ദേശമായി പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിയന്ത്രണവും ആത്മവിശ്വാസവും സമർപ്പണവും കൈവിടാതിരിക്കുക. പരിശ്രമം തുടരുക. ദൈവിക ശക്തി അങ്ങനെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ആത്മീയമായി ധ്യാനം, പ്രാർത്ഥന, മനസ്സിൻ്റെ ശാന്തി വഴി നിങ്ങളുടെ ഉള്ളിലെ ശക്തി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്കായി തരുന്ന സന്ദേശം. ജീവിതത്തിൽ ദൃഢനിശ്ചയവും പരിശ്രമവും ശിവന്റെ അനുഗ്രഹവും ഉറപ്പായും വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ ഗുരുവും വഴികാട്ടിയുമായ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് യോഗത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, ആത്മീയ ബോധത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്.
ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം തമ്മിൽ സന്തുലിതമാക്കുവാനുള്ള ജ്ഞാനം നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്നു എന്നാണ് പ്രപഞ്ചശക്തിയുടെ സന്ദേശം. ഇത് വെറും ശരീര അഭ്യാസം മാത്രമല്ല, ജീവിതത്തെ എങ്ങനെ കാണാം, എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കണം, ആത്മാവിനെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ള ബോധവും നിങ്ങൾക്ക് കാട്ടിത്തരും എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ ഗുരുവായ ശിവൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ശരിയായ രീതിയിലുള്ളൊരു സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നോക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന സത്യവും സമാധാനവും ശക്തി എല്ലാം കണ്ടെത്താമെന്നും ധ്യാനം, പ്രാർത്ഥന എന്നിവയിലൂടെ ശാന്തമായി ഇരിക്കാൻ സാധിക്കുമെന്നാണ്, അന്തരാത്മാവിനോടുള്ള ബന്ധം ശക്തിപ്പെടുമെന്നാണ് ഭഗവാൻ ശിവൻ നിങ്ങളോടായി പറയുന്നത്. നിങ്ങളിപ്പോൾ ആത്മീയ വളർച്ചയിലേക്കോ ജ്ഞാനത്തിലേക്കോ കടക്കുന്ന ഒരു ഘട്ടമാണ്. ശിവൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുന്നു. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത്. ആദ്യ ഗുരുവായ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജ്ഞാനവും ആത്മീയ ബോധവും ലഭിക്കുന്നു. ഈ ജ്ഞാനം നിങ്ങളെ നിങ്ങളുടെ അകത്തെ ആത്മാവിനോട് ബന്ധിപ്പിച്ച് സമാധാനത്തോടെയും വിജയത്തെയും സാധ്യമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം ഇതാണ്: നിങ്ങൾ വാക്കുകൾ നന്നായി ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ശക്തിയും പ്രചോദനവും നൽകുക. പരിശ്രമം കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യവും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും നിങ്ങൾ ആത്മീയമായി മുന്നേറുക എന്നുമാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.